സമസ്ത കേരള ജമിയത്തുലമക്കും പോഷക ഘടകങ്ങൾക്കും കർണാടകയിൽ വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ സാരഥികൾ, ഈ സമ്മേളനത്തിലെത്തിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം വളരെ മനോഹരമായ നമ്മുടെ ഈ സൗഹൃദ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക സംസ്ഥാനം ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും അതിയായി ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദേശമാണ് നമ്മുടെ ഈ സമ്മേളനത്തിലൂടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുലമയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുതൽ വിവിധ സമുദായങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക മേഖലകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വളരെ പ്രമുഖരായ അതിഥികളെല്ലാം ഒരേ സന്ദേശമാണ് ഈ സമ്മേളനത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഈ സമ്മേളനം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തെങ്കിലും രാഷ്ട്രീയമായോ നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിള്ളലും ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഈ സമ്മേളനം ഇവിടെ ഇന്ന് മുടക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇന്ത്യ രാജ്യം വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചരിത്രത്തിലുടനീളം, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം, വിശ്വാസി സമൂഹം അധിവസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം സ്വാഭാവികമായും വ്യത്യസ്തമായ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ പൂർവസൂരികളായ നമ്മുടെ സമൂഹം അതത് കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിനതിജീവിക്കാനും മറികടക്കാനും അവർക്ക് സാധിച്ചു. അതത് കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരൊക്കെ അതിനാവശ്യമായിട്ടുള്ള നേതൃപരമായ പങ്കാളിത്തം വഹിച്ചതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിന് അവരുടെ വിശ്വാസപരമായ, കർമ്മപരമായ, സാംസ്കാരികമായ ഔന്നത്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. സമസ്ത കേരള ജമിയത്തുലമ പോലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ടൊരു പ്രസ്ഥാനമാണ്. 1926 രൂപം കൊണ്ട സമസ്ത കേരള ജമിയത്തുലമ 1947 വരെ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന ഇന്ത്യയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അഥവാ രാജ്യം ആര് ഭരിച്ചാലും ഈ രാജ്യത്തുള്ള ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാർ ഭരിച്ചാലും ഒരധിനിവേശ സർക്കാർ ഭരണം നടത്തിയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും നിലനിർത്തി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് അതാത് കാലത്തെ ഭരണകൂടങ്ങളുമായി വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും
ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് സ്വാഭാവികമായും അത്തരം രീതികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം കൂടിയാണ്. അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലാണ് ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, വ്യവസ്ഥാപിതമായ ഭരണകൂടമുള്ള രാജ്യത്ത് ഇവിടെ നിർവഹിക്കപ്പെടാനുള്ള ഏറ്റവും പരമപ്രധാനമായ ജിഹാദ് ഭരണാധികാരികൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് നിയമവിധേയമായ മാർഗത്തിലൂടെ സത്യസന്ധമായി നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട്, ജുഡീഷ്യറിക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ സംവിധാനമുണ്ട്, ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ സംവിധാനമുണ്ട്, ഭരണാധികാരിയുമായിട്ട് നേർക്കുനേർ സംവദിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് ആ നീതി ലഭ്യമാക്കാൻ ആവശ്യമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ നിമിഷം വരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയും സംവിധാനത്തിലൂടെയും മുന്നോട്ട് പോകേണ്ടതിന് പകരം നമ്മളെ കൂടുതൽ അപകടപ്പെടുത്തുന്ന വിനാശകരമായ മാർഗം തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ വിനാശം കൊതിക്കുന്ന ശത്രുക്കളുടെ കൂടി അജണ്ടയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകളിൽ നാം വീണുപോയി കഴിഞ്ഞാൽ സർവനാശമായിരിക്കും നമ്മുടെ സമൂഹത്തിനുണ്ടാവുക. അതുകൊണ്ട് ബുദ്ധിപരമായി, വിവേകത്തോടുകൂടി പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായ വഴികൾ തേടുക എന്നുള്ളത് ഈ സമുദായത്തിന്റെ നല്ല ഭാവിയും ഭാവി ഭദ്രമാകാനും ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ആഗ്രഹിക്കേണ്ടതാണ്. ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും ആഗ്രഹിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവർക്കറിയാം എങ്ങനെയാണ് ഇന്ന് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കേണ്ടത്, എങ്ങനെയാണ് ഈ സമുദായം മുന്നോട്ട് പോകേണ്ടത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു നാട്ടിൽ, ന്യൂനപക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മേക്കാൾ അറിവുള്ള, നമ്മേക്കാൾ അനുഭവ സമ്പത്തുള്ള, നമ്മേക്കാൾ വലിയ പരിജ്ഞാനമുള്ള ധാരാളം പണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ സമുദായം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് കൃത്യമായ ദിശാനിർണയം നടത്തി നൽകുന്നുണ്ട്. അവർക്കും ഒന്നും അറിയാത്തൊരു പ്രശ്നപരിഹാരം, അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കാത്തൊരു ഒറ്റമൂലി, അവർക്കൊന്നും നിർദ്ദേശിക്കാൻ സാധിക്കാത്ത പുതിയൊരു പരിഹാരത്തിന്റെ മാതൃക ഏതെങ്കിലും വൈകാരികമായ ആവേശങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക പ്രയാസമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ അബദ്ധമാണ്. നാം നമ്മുടെ നാടിന്റെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഏകദേശം 100 വർഷത്തോളമായി ഇവിടെ RSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. RSS, BJP, സംഘപരിവാർ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടുത്തെ ഭരണഘടനയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ഈ രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഒരു ഭീഷണിയാണ് ഈ സംഘപരിവാർ. RSSനെയും BJPയെയും ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. അത് ഈ രാജ്യത്തിന് അപകടമാണ്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പരമപ്രധാനമായ ഭീഷണിയാണ്.
അതൊരു ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് 100 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന RSSനെ, BJPയെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഈ നിമിഷം വരെ അംഗീകരിച്ചിട്ടില്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഈ രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ രാജ്യത്തെ തുല്യനീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ മുസ്ലിം സമുദായം ഈ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരായി ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ. ആ ഹൈന്ദവ സഹോദരന്മാരുൾപ്പെടെയുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ നാം കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ടോ, അതോ ആരെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന വൈകാരികമായ മുദ്രാവാക്യങ്ങളിൽ മടങ്ങി വീണ് അവരെ നാം അകറ്റി നിർത്തേണ്ടതുണ്ടോ എന്നാണ് പുതിയ കാലത്തെ ചെറുപ്പക്കാരൻ, ഇവിടുത്തെ വിദ്യാർത്ഥി യുവ സമൂഹം ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം. നാം അറിയേണ്ടത്, ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുക എന്നുള്ളത് RSSന്റെ മാത്രം അജണ്ടയായിരുന്നില്ല. ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്ന ഒരു നിയമമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാൽ അത് ഈ രാജ്യത്തൊരു മഹാശക്തിയായി മാറും. അത് ഈ രാജ്യത്തൊരു ഭീഷണിയായി ഉയർന്നു വരും. അവർക്ക് ആ ബ്രിട്ടീഷുകാരുടെ ആ അധിനിവേശ സർക്കാരിന്റെ നിലനിൽപ്പ് ഭീഷണിയാവാതിരിക്കാൻ അവർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുക, അവരെ പരസ്പരം ശത്രുക്കളാക്കുക, അവർക്കിടയിൽ വിദ്വേഷം പരത്തുക, അവർക്കിടയിൽ വ്യാപകമായ അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും ആവശ്യമായ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. അതിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ചരിത്രത്തെ വികലമായി അവതരിപ്പിക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തെ വികലമായി അവതരിപ്പിക്കുക, ഇന്ത്യയുടെ ചരിത്രത്തെ മുസ്ലിം വിരുദ്ധമായി അവതരിപ്പിക്കുക, ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ശത്രുക്കളാക്കി ഉയർത്തിക്കൊണ്ടുവരാനും വളർത്തിക്കൊണ്ടുവരാനും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ വികൃതമായിട്ട് അവതരിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാട്ടിൽ ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമരായുധമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. ഈ കർണാടക, മൈസൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരണം നടത്തിയിട്ടുള്ള, ഇവിടെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ തോതിൽ മൈത്രി നിലനിർത്തിയിട്ടുള്ള, ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ സൗഹൃദം നിലനിർത്തിയിട്ടുള്ള ശ്രദ്ധേയനായിരുന്ന ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ ഒരു മുസ്ലിം വർഗീയവാദിയായി ചിത്രീകരിക്കുക, ഒരു മതഭ്രാന്തനായി ചിത്രീകരിക്കുക. കാരണം ബ്രിട്ടീഷുകാർക്ക് അവസാന ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഭീഷണി ഉയർത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താനെ ഒരു മതഭ്രാന്തനായി ചിത്രീകരിച്ചാൽ ആ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽക്കാലത്തും ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകും. ടിപ്പു സുൽത്താനെ മതഭ്രാന്തനായി കാണുന്ന ഒരു വിഭാഗം ഹൈന്ദവ സമൂഹത്തെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ടിപ്പു സുൽത്താനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളെ മറുഭാഗത്ത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ടിപ്പു സുൽത്താന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനും ഇവിടെ വിഷം വിതറിയത് സാക്ഷാൽ RSSകാര് പോലുമല്ല, RSSന്റെയും മുൻപ് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താനെ വർഗീയവാദിയും മതഭ്രാന്തനുമാക്കി അവിടെ ചരിത്രം എഴുതി വെച്ചു. ആ ചരിത്രം ഇവിടെ ചരിത്ര പുസ്തകമായി അവതരിപ്പിച്ചു, അക്കാദമിക മേഖലകളിൽ അവതരിപ്പിച്ചു.
അക്കാദമിക തലങ്ങളിൽ അത് സെമിനാറുകളിലും പ്രബന്ധങ്ങളുമായി അവതരിപ്പിക്കപ്പെട്ടു. ധാരാളം ചരിത്ര പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. ഇവിടെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വലിയ തോതിൽ ടിപ്പു സുൽത്താന്റെ ഒരു ജയന്തി ആഘോഷം വരെ ഇവിടെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള വർഗീയ സംഘർഷം ഉയർത്തിരിഞ്ഞു കൊണ്ടുവരാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുന്നിടത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വന്നു. സത്യത്തിൽ ഈ ടിപ്പു സുൽത്താനും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ടിപ്പു സുൽത്താന്റെ പേരിൽ ഒരിക്കലും അകറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല. ഒരിക്കലും അവർക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാകേണ്ട ആളുകളല്ല. ടിപ്പു സുൽത്താന്റെ പേരിൽ വലിയ തോതിൽ സാമുദായിക സൗഹാർദ്ദം ഉണ്ടാകേണ്ട ഒരു നാടായിരുന്നു ഇത്. ടിപ്പു സുൽത്താന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭിന്നിക്കുകയല്ല, ടിപ്പു സുൽത്താന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിക്കേണ്ട ഒരു നാടായിരുന്നു ഇത്. പക്ഷേ ടിപ്പു സുൽത്താന്റെ യഥാർത്ഥ ചരിത്രം മറച്ചുവെച്ച് ടിപ്പു സുൽത്താനെ കുറിച്ച് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച വിഷം വമിക്കുന്ന ചരിത്രമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആ എഴുതി വെച്ച ചരിത്രത്തെ പൂർണ്ണമായി ഖണ്ഡിക്കുന്ന ഒരു പരാമർശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന, ഇന്ത്യയിലെ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. ഒരാൾക്കും ഇന്ത്യയിൽ നിഷേധിക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ പ്രസ് കൗൺസിലിന്റെ പ്രസിഡന്റായിരുന്ന, സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്ന, ന്യായാധിപനായിരുന്ന, ഇന്ത്യയിലെ സാമൂഹിക ചരിത്ര രാഷ്ട്രീയ മേഖലകളിലൊക്കെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന, മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത മാർക്കണ്ഡേയ കട്ജു എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലെ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു പരാമർശം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാം. മാർക്കണ്ഡേയ കട്ജു എഴുതുന്നു, 156 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ സഹായധനം നൽകി പോന്നു. ടിപ്പുവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പുനയ്യയും സൈനിക മേധാവി കൃഷ്ണറാവുവും ഖജാൻജി കൃഷ്ണറാവു, കാവൽ സേനയുടെ തലപ്പത്ത് അയ്യങ്കാർ സഹോദരന്മാർ, ദിവാനായിരുന്ന കൃഷ്ണാചാര്യ പൂർണിയ, പേഷ്കറായിരുന്ന സുബ്ബറാവു, പ്രധാന നിയമകാര്യകർത്താക്കളായ മുൽചന്ദ്, സുജൻരായി തുടങ്ങിയ നിരവധി പേർ ഹിന്ദുമത വിശ്വാസികളായിരുന്നു. ശൃംഗേരിയിലെ ശങ്കരാചാര്യർക്ക് ടിപ്പു 30 തവണ സഹായം നൽകിയതിന് തെളിവുകൾ കത്തുകളുടെ രൂപത്തിൽ നിലനിൽക്കുന്നു. 1977 BN പാണ്ഡെ രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാർക്കണ്ഡേയ കട്ജു ഈ പരാമർശം നടത്തുന്നത്. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ച ഒരു മാറോലയല്ല. ഇന്ത്യയുടെ രാജ്യസഭയിൽ BN പാണ്ഡെ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പ്രഭാഷണത്തെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്ന മാർക്കണ്ഡേയ കട്ജു നടത്തുന്നു, ടിപ്പു സുൽത്താൻ 156 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നിരന്തരമായ ധനസഹായം നൽകിയിരുന്നു. ടിപ്പു സുൽത്താന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് മതഭ്രാന്തനാകുന്നത്? ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധനാകുന്നത്? ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് വർഗീയ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നത്? ഈ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഏതെങ്കിലും മുസ്ലിം ചരിത്രകാരന്റെ ഭാഗമല്ല ഞാൻ ഉദ്ധരിച്ചത്. ഇതിൽ മുസ്ലിം പങ്കേയില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ, രാജ്യസഭയിൽ BN പാണ്ഡെയുടെ പ്രസംഗം, ആ പ്രസംഗം ഉദ്ധരിച്ചത് മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതിയുടെ മുൻ ന്യായാധിപനാണ്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. ആർക്ക് നിഷേധിക്കാനാകും? RSSകാരൻ നിഷേധിക്കാൻ കഴിയോ? ഇവിടെ ചരിത്ര ഗവേഷക കൗൺസിൽ RSSകാരാൽ കുത്തി നിറക്കപ്പെട്ട ആ ചരിത്ര ഗവേഷക കൗൺസിലിന് നിഷേധിക്കാൻ കഴിയുമോ? മാർക്കണ്ഡേയ കട്ജു അവസാനിപ്പിക്കുന്നില്ല. 1791 മറാത്ത സേനാധിപനായ പരശുരാം
ബാബയുടെ നേതൃത്വത്തിൽ ശൃംഗേരി മഠം കൊള്ളയടിച്ചു. മുസ്ലിം അല്ല കൊള്ളയടിച്ചത്, പരശുരാം ബാബയുടെ നേതൃത്വത്തിൽ ശൃംഗേരി മഠം കൊള്ളയടിച്ചു. ശ്രീ ശാരദാദേവി ക്ഷേത്രം ആക്രമിക്കുകയും ചെയ്തു. അതെല്ലാം ചെയ്ത് ഒളിച്ചോടിപ്പോയ ശങ്കരാചാര്യർ ആയിരുന്ന സച്ചിദാനന്ദ ഭാരതി മൂന്നാമൻ സഹായം തേടിയത് ടിപ്പു സുൽത്താനോടായിരുന്നു. ടിപ്പു സുൽത്താൻ കൊള്ളയടിച്ചിരുന്നുവെങ്കിൽ ടിപ്പു സുൽത്താനോട് സഹായം തേടുമായിരുന്നില്ല. ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ശൃംഗേരി മഠം കൊള്ളയടിച്ചതെങ്കിൽ മുസ്ലിം ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനോട് സഹായം തേടുമായിരുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. മറാത്ത സേനാധിപതിയായ പരശുരാം ബാബയുടെ നേതൃത്വത്തിൽ ശൃംഗേരി മഠം കൊള്ളയടിക്കുകയും ശ്രീ ശാരദാദേവി ക്ഷേത്രം ആക്രമിക്കുകയും ചെയ്തപ്പോൾ ഒളിച്ചോടിപ്പോയ അന്നത്തെ ശങ്കരാചാര്യർ ആയിരുന്ന സച്ചിദാനന്ദ ഭാരതി മൂന്നാമൻ സഹായം തേടിയത് ടിപ്പു സുൽത്താന്റെ അടുത്താണ്. ഉടനെ തന്നെ ടിപ്പു ശങ്കരാചാര്യർക്ക് സഹായം അഭ്യർത്ഥിച്ച് സന്ദേശമയക്കുകയും മറാത്ത അക്രമികളെ തടയാൻ പടനീക്കത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതുമാത്രമല്ല, മഠവും ക്ഷേത്രവും വിഗ്രഹങ്ങളും പുനർനിർമ്മിക്കാൻ ആവശ്യമായ ധനവും സാമഗ്രികളും എത്തിച്ചു കൊടുക്കാൻ ടിപ്പു സുൽത്താൻ ഉത്തരവിട്ടു. AD 1000 നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന രംഗനാഥ സ്വാമി ക്ഷേത്രം ടിപ്പുവിന്റെ കൊട്ടാരത്തിന് വളരെ അടുത്തായിരുന്നു. ടിപ്പു ഒരു വർഗീയ ഭരണാധികാരി അല്ലാത്തതിനാൽ, ഇത് ഞാൻ ഉപയോഗിക്കുന്ന പ്രയോഗമല്ല, മാർക്കണ്ഡേയ കടിച്ചു പറയുന്നു, ടിപ്പു ഒരു വർഗീയ ഭരണാധികാരി അല്ലാത്തതിനാൽ ആ ക്ഷേത്രം തകർത്തില്ലെന്ന് മാത്രമല്ല, നിരവധി വിലപിടിച്ച വസ്തുക്കൾ ദാനമായി നൽകുകയും ചെയ്തതിന് രേഖകളുണ്ട്. ടിപ്പു 1782 1799 ഇടയിൽ ക്ഷേത്രങ്ങൾക്കായി 34 തവണ വസ്തുദാന പ്രമാണങ്ങൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രം കൊള്ളയടിക്കുകയല്ല ചെയ്തത്, കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ആ മറാത്ത ഭീകരവാദികൾക്കെതിരെ പട നയിക്കാൻ ഉത്തരവിട്ടയാളാണ് ടിപ്പു സുൽത്താൻ. ഞാനിതൊരു മുസ്ലിം ചരിത്രകാരനെയല്ല ഉദ്ധരിക്കുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഏതെങ്കിലും ഇന്ന് മുസ്ലിം ചരിത്രകാരന്മാരായി അറിയപ്പെടുന്ന ആളുകളെയല്ല ഉദ്ധരിക്കുന്നത്. മാർക്കണ്ഡേയ കട്ജു എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ മുൻ ന്യായാധിപൻ എഴുതപ്പെട്ട ഈ ചരിത്രത്തിന്റെ ഒരു പരാമർശം പോലും ഈ നിമിഷം വരെ നിഷേധിക്കാൻ കേരളത്തിലെ ഒരു RSSകാരനായ BJP-കാരനായ ചരിത്രകാരന് മുന്നോട്ട് വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. ഞാൻ കർണാടകയിൽ സംസാരിക്കുന്നത് കൊണ്ട് ടിപ്പു സുൽത്താൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഔറംഗസീബിനെ പരിശോധിച്ചാൽ, ബാബറെ പരിശോധിച്ചാൽ, ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ നീണ്ടു നിൽക്കുന്ന മുഗൾ ചക്രവർത്തിമാരെ മുഴുവൻ പരിശോധിച്ചാൽ അവരിവിടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകും. നേരത്തെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞതുപോലെ അധിനിവേശത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ പേരിൽ ഇവിടെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകും, കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകും, പല രീതിയിലുള്ള അധിനിവേശങ്ങളും നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് മതമുത്തരവാദിയല്ല, അതിൽ സമുദായം ഉത്തരവാദിയല്ല, മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിലല്ല ആ പടനീക്കങ്ങളൊന്നും നടന്നിട്ടുള്ളത്. ആ പടനീക്കങ്ങൾ നടത്തിയതിന്റെ ഏതാനും കാര്യം കൂടി ഞാൻ ഉദ്ധരിക്കാം. കാരണം ഇതൊന്നും മതവുമായി ബന്ധപ്പെട്ടതല്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇവിടെ ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ മുഗൾ ചക്രവർത്തിമാരെ, ഇപ്പൊ ഗ്യാൻ വ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം ഔറംഗസീബിനെയാണ് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഒരിക്കലും ഹിന്ദുവാണ് എന്ന കാരണത്താൽ ഒരു ഹൈന്ദവ സഹോദരൻ ആക്രമിച്ചിട്ടില്ല, മുസ്ലിമാണ് എന്ന കാരണത്താൽ മുസ്ലിം സമുദായത്തെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. അവർ ഇവിടെ ഭരണാധികാരികളായിരുന്നു. അവരുടെ എതിർ രാഷ്ട്രങ്ങൾക്കെതിരെ അവർ പടനീക്കം നടത്തിയിട്ടുണ്ട്. എതിർ രാഷ്ട്രങ്ങൾക്കെതിരെ അവർ പല രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ പല രീതിയിലുള്ള കൊള്ളയും അക്രമവും നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി, ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യമായി രംഗത്ത് വന്നയാളായിട്ട് ബാബറെയാണ് RSSകാർ ഇവിടെ വിശദീകരിക്കാറുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയുടെ ഈ അക്രമകാരിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ബാബർ യുദ്ധം ചെയ്തത് ഇബ്രാഹിം ലോധിയോടെ ആയിരുന്നു. ഇബ്രാഹിം ലോധി ഹിന്ദു അല്ല, ഇബ്രാഹിം ലോധി ക്രിസ്ത്യാനിയല്ല,
ഇബ്രാഹിം ലോധി അമുസ്ലിം അല്ല, മുസ്ലിം ഭരണാധികാരിയാണ്. ഇബ്രാഹിം ലോധി എന്ന മുസ്ലിം ഭരണാധികാരിയെ ആക്രമിക്കാൻ ബാബർ വന്നു എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധ അക്രമമാണോ? രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള അക്രമം. റാണ എന്ന ഹിന്ദു ഭരണാധികാരിയും ബാബറും തമ്മിൽ യുദ്ധം നടന്നു. നിങ്ങൾ ശരിക്കും കേൾക്കണം. റാണ എന്ന ഹിന്ദു ഭരണാധികാരിയും മുസ്ലിമായ ബാബറും തമ്മിൽ യുദ്ധത്തിൽ അക്രമം നടക്കുന്നു. ആ ബാബറെ രജപുത്ര രാജാക്കന്മാരാണ് സഹായിക്കാൻ വന്നത്. ബാബറെ സഹായിക്കാൻ വന്നത് രജപുത്ര രാജാക്കന്മാരാണ്. എന്താ കാരണം? റാണ എന്ന ഹിന്ദു രാജാവിനെ ആക്രമിക്കാൻ ബാബർ വരുമ്പോ ബാബറിനെ സഹായിക്കാൻ മറ്റു മുസ്ലിങ്ങളല്ല കടന്നു വരുന്നത്, ഹിന്ദുക്കളായ രജപുത്ര രാജാക്കന്മാർ. എന്താ അതിന് കാരണം? ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ബാബറെ സഹായിക്കാൻ രജപുത്ര രാജാക്കന്മാർ കടന്നു വന്നു. ഹുമയൂൺ ചക്രവർത്തി പരാജയപ്പെട്ടത് ഷേർഷ എന്ന മുസ്ലിം രാജാവിനോടായിരുന്നു. ഷേർഷയും ഹുമയൂണും മുസ്ലിങ്ങളായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമായിരുന്നു. രണ്ട് മുസ്ലിം ഭരണാധികാരികൾ തമ്മിലുള്ള തർക്കമായിരുന്നു. ഔറംഗസീബ് എന്ന് പറയുന്ന വലിയ തോതിൽ വർഗീയവാദിയായി ഇന്ന് RS ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഔറംഗാബാദ് എന്ന് പറയപ്പെടുന്ന പേര് പോലും മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഡൽഹിയിൽ ഔറംഗസീബിന്റെ പേരിലുള്ള പേര് പോലും റോഡ് പേരും മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ചിന്തിക്കേണ്ട കാര്യം, ഔറംഗസീബിന് യുദ്ധത്തിൽ സഹായികളായി രണ്ട് ഹിന്ദു ജനറൽമാരുണ്ടായിരുന്നു. ഔറംഗസീബിന്റെ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സൈനിക ജനറൽമാരായിട്ടുള്ള രണ്ടു പേർ, ഒരാളുടെ പേര് ജസ്വന്ത് സിംഗ്, മറ്റൊരാളുടെ പേര് ജയ് സിംഗ്. മുസ്ലിം അല്ല. ഔറംഗസീബ് മുസ്ലിം വർഗീയവാദിയായിരുന്നുവെങ്കിൽ, ഔറംഗസീബ് ഹിന്ദു വിരുദ്ധനായിരുന്നുവെങ്കിൽ, ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന, ജയ് സിംഗ് എന്ന് പറയുന്ന അമുസ്ലിങ്ങളായ രണ്ട് സൈനിക തലവന്മാരെ ഔറംഗസീബ് മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിക്കുമായിരുന്നു. ഇനി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ശിവജിയാണ് ഇപ്പോഴും വലിയ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു ഹിന്ദു പടയോട്ടം നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരി. ആരായിരുന്നു ശിവജിയുടെ സൈനിക തലവന്മാർ? ധാരാളം മുസ്ലിം പടയാളികൾ ഉണ്ടായിരുന്നു. ശിവജി എന്ന് പറയുന്ന ഹിന്ദു ഭരണാധികാരിക്ക് പടയോട്ടം നടത്താൻ ധാരാളം മുസ്ലിം പടയാളികൾ ഉണ്ടായിരുന്നു, മുസ്ലിം സൈനിക തലവന്മാരുണ്ടായിരുന്നു. ശിവജിയെ അങ്ങനെ ഹിന്ദു വർഗീയവാദിയായിട്ട് കാണാൻ സാധിക്കുമോ? ഇതിലേറ്റവും രസകരമായ സംഗതി, ഡൽഹി സുൽത്താൻമാരെയാണ് വലിയ തോതിലുള്ള ഹിന്ദു ഊട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തവരായിട്ട് ഇവിടെ പലരും പറയാറുള്ളത്. ഡൽഹിയിൽ 1193 മുതൽ 1526 വരെ 35 സുൽത്താൻമാർ കൊല്ലപ്പെട്ടു. 35 മുസ്ലിങ്ങളാണ്. 1193 മുതൽ 1526 വരെ 35 ഡൽഹി സുൽത്താൻമാർ കൊല ചെയ്യപ്പെട്ടു. ഈ 35-ൽ 19 പേരെയും കൊല ചെയ്തത് മുസ്ലിങ്ങളായിരുന്നു. 19 ഡൽഹി സുൽത്താൻമാരെ, 19 മുസ്ലിം സുൽത്താൻമാരെ കൊലപ്പെടുത്തിയത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യയിൽ ഭരണാധികാരികൾ തമ്മിൽ ധാരാളം യുദ്ധമുണ്ടായിട്ടുണ്ട്. മുഗൾ രാജവംശത്തിന്റെ കാലത്തും അല്ലാത്ത രാജവംശകാലത്തുമൊക്കെ ധാരാളം പടയോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്, പടയോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും അടിസ്ഥാനം മതമല്ല, അതിൻ്റെ ഒന്നും അടിസ്ഥാനം സമുദായമല്ല. ഇവിടെ ഇതിലൊക്കെ മതവും സമുദായവും കടത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ബ്രിട്ടീഷുകാർ അവിടെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അവർക്കിടയിൽ വലിയ തോതിലുള്ള ഡിവൈഡ് ഉണ്ടാക്കി, അവരെ പരസ്പരം ശത്രുക്കളാക്കി. ഇനി ഞങ്ങൾ ഇന്ത്യ വിട്ടു പോയാൽ പോലും ഭാവിയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യ ഉയർന്നു കാണരുത് എന്ന് ആഗ്രഹിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോ ഇന്ത്യയും പാകിസ്ഥാൻ എന്ന പേരിൽ 2 രാജ്യമായി വിഭജിച്ചുകൊണ്ടാണ് അവർ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയത്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ അവസാനം അവർ തീരുമാനിച്ചു, ഏതായാലും നമ്മൾ വിട്ടുപോകുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ഭാവിയിൽ പോലും ലോകത്ത് ഒരു വൻകിട രാജ്യമായി ഇന്ത്യ ഉയർന്നു വരാൻ പാടില്ല. അതിനെന്ത് വേണം? ഇന്ത്യയെ വിഭജിക്കുക. ഇന്ത്യ മതത്തിന്റെ പേരിൽ വിഭജിക്കുക. മതത്തിന്റെ പേരിൽ വിഭജിക്കുമ്പോഴേ പിൽക്കാലത്തും അതിന്റെ സംഘർഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ.
മതത്തിന്റെ പേരിൽ വിഭജിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും എന്ന പേരിൽ രണ്ടായി വിഭജിച്ചു. എന്നിട്ട് ഒന്നിനെ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ, ഒന്നിനെ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമായി, മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ കാലാകാലം ഇതാ പാകിസ്ഥാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ വർഗീയവാദികൾക്ക് ഇതാ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് പോകേണ്ടവരാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ ചൂണ്ടിയിട്ട് പിൽക്കാലത്തും ബ്രിട്ടീഷുകാർ ഇവിടെ വിത്ത് പാകിയിട്ടുള്ള ആ വർഗീയതയെ ഊതി വീർപ്പിച്ച് വീണ്ടും സംഘർഷം ഉണ്ടാക്കാൻ പറ്റും. ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം കൃത്യമായി ഇന്ന് RSSകാർ ഇവിടെ സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിയണം. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് ഇന്ത്യയിൽ 6.5 കോടി മുസ്ലിങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. 6.5 കോടി മുസ്ലിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ജനിച്ചു ജീവിച്ച ഇന്ത്യയിലാണ്, ഈ മതേതര ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ശിഷ്ടകാലവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന 6.5 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ ഒരു രാജ്യം വെച്ച് നീട്ടിയിട്ടുണ്ട്, പോകുന്നവർ പോകട്ടെ. പക്ഷേ 6.5 കോടി മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനിലേക്കില്ല. അന്ന് പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയിൽ അവശേഷിച്ച ഞങ്ങൾക്ക് മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിലുള്ള രാജ്യമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ജീവിക്കുന്ന മതേതര ഇന്ത്യയാണ് വേണ്ടത് എന്ന് പറഞ്ഞ 6.5 കോടി മുസ്ലിങ്ങളുടെ പിന്മുറക്കാരാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിങ്ങൾ. 6.5 കോടി മുസ്ലിങ്ങളുടെ പിന്മുറക്കാരാണ് നമ്മൾ. 6.5 കോടി മുസ്ലിങ്ങളുടെ പിന്മുറക്കാരായ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കുന്നവരാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നവരാണ്. മതസഹിത മതേതരത്വമാണ് ഇന്ത്യയിലുള്ളത്. യൂറോപ്പിലെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെയുള്ള മതവിരുദ്ധമായ മതേതരത്വമല്ല, മതസഹിതമായ മതേതരത്വം, മതത്തെ ഉൾക്കൊള്ളുന്ന മതേതരത്വം. ഏതൊരുത്തന്റെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ഭാഷയെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വൈവിധ്യത്തിൽ ഏകത്വം കാണുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. ആ ഇന്ത്യയെ ഇന്നും മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ, ഇവിടെ വർഗീയതയുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ഇവിടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഗൾ രാജാക്കന്മാരെയൊക്കെ വലിയ ദേശദ്രോഹികളും ഹിന്ദു വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരുമായിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഓർമ്മയിലേക്ക് ഒരു ചരിത്ര ശകലം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒഴിവാക്കാം. മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖനായിരുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിട്ട ധീരനായ ദേശാഭിമാനിയായ മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ ഏത് സമയത്തും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ തൂക്കിലേറ്റി അല്ലെങ്കിൽ നാടുകടത്തപ്പെട്ട് കൊടിയ ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് ഉറപ്പായപ്പോ ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിന്റെ മടിശീലയിൽ ഒരു പൊതി സ്ഥിരമായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. എന്താണ് ആ പൊതിയൊന്നും ആർക്കും അറിയില്ല. അദ്ദേഹം മനസ്സിലാക്കി, ഏത് നിമിഷവും ഞാൻ പിടികൂടപ്പെടും, ഏത് സമയത്തും ബ്രിട്ടീഷുകാരാൽ ഞാൻ വെടിയേറ്റ് മരിക്കും, അല്ലെങ്കിൽ നാടുകടത്തപ്പെടും, തൂക്കിലേറ്റപ്പെടും. ആ ഒരു ധാരണയിലേക്ക് എത്തിയപ്പോ ബഹദൂർ ഷാ സഫർ തന്റെ മടശീലയിൽ ഒരു ചെറിയ പൊതി സൂക്ഷിക്കാൻ തുടങ്ങി, ഒരു ചെറിയ കിഴി സൂക്ഷിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കകം ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റങ്കൂണിലേക്ക് നാടുകടത്തി. ബഹദൂർ ഷാ സഫർ മരണപ്പെട്ടു. ബഹദൂർ ഷാ സഫറിന്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ബഹദൂർ ഷാ സഫറിന്റെ ശരീരത്ത് നിലവിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റി മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും വസ്ത്രങ്ങൾ മാറ്റുന്ന സമയത്തുണ്ട് ബഹദൂർ ഷാ സഫറിന്റെ മടിശീലയിൽ ഒരു പൊതി അവിടെ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അതെടുത്ത് പരിശോധിച്ച് നോക്കി. ആ മടിശീലയിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിച്ചു നോക്കി. ആ മടിശീലയിൽ ഉണ്ടായിരുന്നത് ആ ബഹദൂർ ഷാ സഫർ ഒരു പൊതി, ആ പൊതിയിൽ അല്പം മണ്ണുണ്ട്, ആ മണ്ണിന്റെ കൂടെ ഒരു ചെറിയ കടലാസിന്റെ കഷ്ണവും ഉണ്ട്. ആ കടലാസിന്റെ കഷ്ണത്തിൽ ബഹദൂർ ഷാ സഫർ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ എവിടെ വെച്ച് മരണപ്പെട്ടാലും എവിടെ കൊല ചെയ്യപ്പെട്ടാലും എന്റെ മയ്യത്ത് സംസ്കരിക്കപ്പെടുന്ന സമയത്ത്, എന്നെ കബറടക്കുന്ന സമയത്ത്, ആ കബറിൽ എന്റെ തല ചായ്ച്ചു വെക്കുന്ന സ്ഥലത്ത് ഈ പൊതിയിലുള്ള മണ്ണ് വിതറിയിട്ട് ആ മണ്ണിന്റെ മുകളിലാണ് എന്റെ തല ചായ്ച്ചു വെക്കേണ്ടത്. ഇതെന്റെ ജന്മനാടായ ഇന്ത്യയിൽ നിന്ന് ഞാൻ ശേഖരിച്ച മണ്ണാണ്. ഇന്ത്യയിൽ മരിക്കണം, ഇന്ത്യയുടെ മണ്ണിലാണ് എന്റെ മയ്യത്ത് സംസ്കരിക്കേണ്ടത്, എന്റെ തല ചായ്ക്കേണ്ടത്, എനിക്ക് അന്ത്യവിശ്രമം കൊള്ളേണ്ടത് എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇന്ത്യയിലല്ലാത്ത ഏതെങ്കിലും പ്രദേശത്താണ് എന്റെ മയ്യത്ത് കബറടക്കുന്നെങ്കിൽ പോലും എന്റെ തല ചായ്ച്ചു വെക്കുന്ന പ്രദേശത്ത്, ആ ഭാഗത്ത് ഈ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മണ്ണ് വതറിയിട്ട് അവിടെയാണ് എന്റെ തല ചായ്ച്ചു വെക്കേണ്ടത് എന്ന് ബഹദൂർ ഷാ സഫർ എഴുതി വെച്ചു. ഈ ബഹദൂർ ഷാ സഫറിനെയാണ്, ബഹദൂർ ഷാ സഫറിന്റെ പാരമ്പര്യത്തിലുള്ള മുഗൾ ചക്രവർത്തിമാരെയാണ്, ബഹദൂർ ഷാ സഫറിന്റെ പാരമ്പര്യത്തിലുള്ള ദേശാഭിമാനികളായിട്ടുള്ള, ഈ രാജ്യസ്നേഹികളായിട്ടുള്ള, ഈ രാജ്യത്തിന് ഒരുപാട് അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ച മുസ്ലിം രാജാക്കന്മാരെയാണ് ദേശദ്രോഹികളായി ഇവിടെ മുദ്രകുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രം ആര് വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, ആരതിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ദേശാഭിമാനികളായ ഇന്ത്യക്കാർ ഒരിക്കലും അത് അനുവദിക്കില്ല. അതിന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഈ രാജ്യത്തെ പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. മഹാനായ ടിപ്പു സുൽത്താനെ തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഹൈന്ദവ സഹോദരന്മാർ നമുക്ക് ചുറ്റുവട്ടം താമസിക്കുന്നുണ്ട്. അവർക്കിടയിലും നമുക്കിടയിലും ശത്രുതയും വിദ്വേഷവും സംശയവും വളർത്താൻ ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. അവരുടെ സമുദായത്തിലും ആളുകളുണ്ടാകും, നമ്മുടെ സമുദായത്തിലും ആളുകളുണ്ടാകും. അവരേത് എന്നതിനേക്കാൾ അപ്പുറം നമുക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. മുസ്ലിം സമുദായത്തിന്റെ മാത്രം ശത്രുക്കളല്ല, ഹിന്ദുക്കളുടെ മാത്രം ശത്രുക്കളല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരെയും ഒരുമിച്ച് നിർത്തുന്ന ഇന്ത്യയുടെ ശത്രുക്കളാണ്. ആ അർത്ഥത്തിൽ അവരെ തിരിച്ചറിയാനും അവരുടെ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും അവരെ സത്യസന്ധമായി കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനുമാണ് നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മുന്നോട്ട് വരേണ്ടത്. വലിയ തോതിലുള്ള തെറ്റിദ്ധാരണയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വലിയ തോതിലുള്ള മതപരമായ ധ്രുവീകരണമാണ് ഇവിടെ പലരും ലക്ഷ്യമിടുന്നത്. വലിയ തോതിലുള്ള മതപരമായ ധ്രുവീകരണം ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും പരസ്പരം അകൽച്ചയും വിദ്വേഷവും ശത്രുതയും വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് RSS ആഗ്രഹിക്കുന്ന എന്താണ്? ഇവിടുത്തെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന എന്താണ്? ആ സംഘപരിവാറിന് ഒരിക്കലും ഈ രാജ്യത്തോട് യാതൊരു കൂറും പ്രതിബദ്ധതയുമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരു നാൽക്കവലയിലും ഒരു പങ്കുമില്ലാത്ത വിഭാഗമാണ് ഇന്ത്യയിലെ സംഘപരിവാർ. ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവർക്കെങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ സാധിക്കും? അവർക്കെങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ കഴിയും? നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന മുന്നണി പോരാളികളിൽ പ്രമുഖരായിരുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രമുഖരായ നേതാക്കളാണ്. മൗലാന ഷൗക്കത്തിലെയും മൗലാന മുഹമ്മദിലെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പത്രവാർത്ത, ആ പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? ബ്രിട്ടീഷുകാരാൽ ജയിലിലടക്കപ്പെട്ട് നിയമലംഘനം നടത്തി ജയിലിലടക്കപ്പെട്ട ആളുകൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ
ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ ചെയ്ത് കൊടുത്താൽ അവരെല്ലാം ജയിൽ മോചിതരാക്കുന്നുണ്ട് എന്നൊരു പത്രവാർത്ത. ഈ പത്രവാർത്ത കണ്ടപ്പോ മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും വൃദ്ധമാതാവായിരുന്ന ആബിദ ബീഗം, ബി ഉമ്മ എന്ന് പറയുന്ന ആബിദ ബീഗം 2 മക്കളെയും കാണാൻ വേണ്ടി ജയിലിൽ ചെന്നു. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് എന്തായാലും ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒരു ആഗ്രഹം ഉണ്ടാവും, ജയിൽ മോചിതരാക്കാൻ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പത്രവാർത്ത കണ്ട് ഉമ്മ ജയിലിലേക്ക് ഓടിയതാണ്, മക്കളെ കൊണ്ട് 2 മാപ്പപേക്ഷ എഴുതി കൊടുത്ത് വളരെ പെട്ടെന്ന് അവരെ ജയിൽ മോചിതരാക്കാൻ വേണ്ടി ഉമ്മ ജയിലിലേക്ക് ഓടിച്ചെന്നതാണ് എന്ന് തോന്നിപ്പോകും. ഉമ്മ ജയിലിൽ ചെന്നു, മക്കൾ 2 പേരെയും അടുത്തേക്ക് വിളിച്ചു. ഇരുമ്പഴികളുടെ മറവിൽ നിന്നുകൊണ്ട് ഉമ്മയും 2 മക്കളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ മക്കളോട് വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു, ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തി. അവസാനം ആ വൃദ്ധമാതാവ് വേച്ച് നടന്ന് ജയിലറക്കകത്ത് എന്നിട്ട് 2 മക്കളെയും കാണുന്ന മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധമാതാവ് മൗലാന മുഹമ്മദിനെയും മൗലാന ഷൗക്കത്തിനോടും പറഞ്ഞു, പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങളെപ്പോലെ ബ്രിട്ടീഷുകാരുടെ നിയമലംഘനം നടത്തി ജയിൽ അകപ്പെട്ട ആളുകളെ ജയിൽ മോചിതരാക്കുന്നുണ്ട് എന്ന വാർത്ത ഞാൻ കണ്ടു. നിങ്ങളെങ്ങാനും ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എടുത്ത് ജയിൽ മോചിതരായി എന്ന വിവരമെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വൃദ്ധമാതാവിന്റെ ദുർബലമായ കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ ദുർബലമായ കരങ്ങൾ കൊണ്ട് നിങ്ങൾ 2 പേരെയും കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നുകളയും. ആബിദ ബീഗം എന്ന് പറയുന്ന ബി ഉമ്മ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ധീരന്മാരായ 2 മക്കളോട് ജയിലിൽ ചെന്ന് പറഞ്ഞ വാക്കുകളാണ്. ഈ മൗലാന മുഹമ്മദിനെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും പിന്മുറക്കാരെ ദേശസ്നേഹികളും ദേശദ്രോഹികളും രാജ്യസ്നേഹമില്ലാത്തവരുമായി ഇന്ന് മുദ്ര കുത്തുന്ന ആളുകളുടെ പിന്മുറക്കാരൻ ഒരാളുണ്ട്, സവർക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നും സവർക്കറെ പുകഴ്ത്താനും പ്രകീർത്തിക്കാനും സവർക്ക് വേണ്ടി സെമിനാർ നടത്താനും പ്രബന്ധം നടത്താനും സംഘപരിവാർ നാട് മുഴുവൻ ചുറ്റി നടക്കുന്നുണ്ട്. ആ സംഘപരിവാർ നേതാവായിരുന്ന സവർക്കറിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷുകാർ. അന്തമാനിലേക്ക് നാട് കടത്തി. അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ സവർക്കർ തടവിൽ കഴിയുന്ന സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ സവർക്കറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പപേക്ഷ എഴുതി തന്നാൽ, ജയിൽ മോചിതനായി കഴിഞ്ഞാൽ ഇനിയുള്ള ശിഷ്ടകാലം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സമരത്തിലും പങ്കെടുക്കില്ല എന്ന് ഉറപ്പു തന്നാൽ, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കഴിവിന്റെ പരമാവധി ബ്രിട്ടീഷ് ഗവൺമെന്റിന് സൗകര്യപൂർവമായ അനുകൂലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും പ്രോത്സാഹനം ചെയ്യുമെന്ന് ഉറപ്പു തന്നാൽ നിങ്ങളെ ജയിൽ മോചിതനാക്കാമെന്ന് പറഞ്ഞപ്പോ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ചെരുപ്പ് നക്കിയാളാണ് സാക്ഷാൽ സവർക്കർ. ആ സവർക്കറെയാണ് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു ഭീരുവായ സവർക്കറെ വീർ സവർക്കർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ന് RSSകാർ രാജ്യത്തുടനീളം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഈ സവർക്കർക്ക് സമാനമായ ഒരു മുസ്ലിം ബലം പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്രമേൽ ദേശാഭിമാനത്തോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ സമുദായം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദേശാഭിമാനത്തെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച്, ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ ചരിത്രത്തെ എത്ര വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, എത്ര അപകടകരമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപവാദങ്ങൾ, ഈ കള്ളപ്രചാരണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സംഘപരിവാർ ഇന്ത്യക്കൊരു ഭീഷണിയാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഭീഷണി. സംഘപരിവാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ശത്രുവാണ് എന്ന രീതിയിൽ എഴുന്നള്ളിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ശത്രു, സംഘപരിവാർ ഇന്ത്യയുടെ ശത്രുവാണ്. സംഘപരിവാർ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശത്രുവാണ്. സംഘപരിവാർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശത്രുവാണ്.
സംഘപരിവാർ ഗാന്ധിജിയുടെ ശത്രുവാണ്. സംഘപരിവാർ ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളുടെയും ശത്രുവാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ രാജ്യത്തെ മുഴുവൻ സഹോദര സമുദായങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ രാജ്യം ഇന്ന് RSS ഭരിച്ചുകൊണ്ടിരിക്കുന്നു, സംഘപരിവാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഘപരിവാർ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ട അതിന് ജനാധിപത്യത്തിന്റെ ഒരു ഭാഷയുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് ഈ രാജ്യത്തെ കേവലം 37% ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് 63% ജനങ്ങളും ഈ രാജ്യത്ത് 63% ജനങ്ങളും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകരുത് എന്നീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആഗ്രഹിച്ചവരാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ലോജിക് അനുസരിച്ചുകൊണ്ട് 37%കാരൻ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരുന്നു. 63%കാർ ഭിന്നിച്ചു. എങ്ങനെ 63%കാർ ഭിന്നിച്ചത്? താൽക്കാലികമായ രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി മതേതര കക്ഷികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. ഇക്കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2000, 3000, 4000 വോട്ടിന് BJP ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മതേതര കക്ഷിയുടെ വോട്ടുകൾ എങ്ങനെ ഭിന്നിച്ചു എന്ന് നിങ്ങൾ പരിശോധിക്കണം. 3000, 4000, 5000 പോലുള്ള കുറഞ്ഞ ശതമാനം വോട്ടുകൾക്ക് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റോ തെരഞ്ഞെടുപ്പിലോ ഇവിടെ BJP വിജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ശക്തി കൊണ്ടല്ല, BJPയെ എതിർക്കേണ്ട ചേരിയിൽ നിന്ന് ആളുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. ആ ഭിന്നിപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നവർക്ക് പങ്കാളിത്തമുണ്ട്, മറ്റു മതേതര കക്ഷികൾക്ക് പങ്കാളിത്തമുണ്ട്. രാഷ്ട്രീയമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ പരമാധികാരമായ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതമായ ലക്ഷ്യത്തിന് മുമ്പിൽ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി പല ആളുകൾക്കിടയിലും ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പിന് നമ്മൾ ഇനി അനുവദിച്ചുകൂടാ. ബഹുമാന്യനായ KPCC സെക്രട്ടറി നേരത്തെ ബഹുമാന്യനായ ഇനായത്ത് അലിയെ വേദിയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, രാജ്യത്ത് മതേതര പാർട്ടികൾക്കിടയിൽ വലിയ തോതിലുള്ള ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ദൗർബല്യമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിൽ അപകർഷതാബോധത്തോടുകൂടി പിന്തിരിയേണ്ടവരല്ല ഇന്നും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ. ഇന്നും ആത്മവിശ്വാസം നഷ്ടപ്പെടേണ്ടവരല്ല. ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനും നമ്മളെ ഭയപ്പെടുത്താനും ഇവിടെ സംഘപരിവാർ തക്കം പാർത്ത് നിൽക്കുകയാണ്. സംഘപരിവാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ്. സംഘപരിവാർ ദലിതുകളെ ഭയപ്പെടുത്തുകയാണ്. സംഘപരിവാർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. സംഘപരിവാർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ ദാ മോദി വരുന്നേ മോദി വരുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും ഭയപ്പെടുത്തുകയാണ്. അതിനെന്തിനാണ്? ഒരു ഭാഗത്ത് സംഘപരിവാർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഭയപ്പെടുത്തി കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സംഘപരിവാർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭയത്തിൽ നിന്ന് മോചിതരായി ആത്മവിശ്വാസത്തോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ അതിജീവിക്കും എന്നാവശ്യമായ ആത്മവിശ്വാസവും ആ പ്രതീക്ഷയും കൊടുക്കുന്നതിന് പകരം വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ അപകർഷതാബോധവും നിരാശയും വളർത്തി തീവ്ര വൈകാരിക ചിന്തകളിലേക്ക് ഈ ചെറുപ്പക്കാരെ നയിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരിക്കലും സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, സമുദായത്തെ ദുർബലപ്പെടുത്താനും ഉള്ള ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതിവിടത്തെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സംഘപരിവാറിനാണ്. സംഘപരിവാറിന്റെ ആവശ്യം എന്താണ്? ആത്മവിശ്വാസമില്ലാത്തൊരു മുസ്ലിം സമൂഹം, പ്രതീക്ഷയില്ലാത്തൊരു മുസ്ലിം സമൂഹം, നിരാശയിൽ കഴിയുന്ന ഒരു മുസ്ലിം സമൂഹം, ആര് പേടിപ്പിച്ചാലും അവിടെ പോയിട്ട് സുജൂദ് ചെയ്യുന്ന ഒരു മുസ്ലിം സമൂഹം. ഇങ്ങനത്തെ ഒരു മുസ്ലിം സമൂഹത്തെ സംഘപരിവാർ സ്വപ്നം കാണുമ്പോ ആ മുസ്ലിം സമൂഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഇതാ മോദി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്താൻ നമ്മുടെ കൂട്ടത്തിൽ സമുദായ സംരക്ഷണത്തിന്റെ ലോഹ അണിഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സംഘപരിവാറിന് വിടുവേല ചെയ്യുന്നവരുടെ വൃത്തികെട്ട ഏർപ്പാടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതല്ല ചെയ്യേണ്ടത്. മോഡിയെ പേടിക്കണോ അള്ളാനെ പേടിക്കണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്.
കാരണം അതിനേക്കാൾ മോഡി എന്തൊക്കെയാണോ എന്ന് ഇവിടെ ഭയപ്പെടുത്തി കഴിഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതിന് പകരം, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടതിന് പകരം, എന്നെ സൃഷ്ടിച്ച, മോഡിയെ സൃഷ്ടിച്ച് രാജ്യത്തെ സൃഷ്ടിച്ച ഏത് ഭരണാധികാരിയെയും ഉയർത്താനും താഴ്ത്താനും തകർക്കാനും കഴിയുന്ന റബ്ബാണോ വലുത്? അല്ല. ഈ 37% ഭാഗ്യപരീക്ഷണത്തിൽ വിജയിച്ച നരേന്ദ്രമോദിയാണോ വലുത് എന്നിടത്ത് മുസ്ലിമിന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന കാലമാണിത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഇവിടെ നമുക്കിടയിൽ വൈകാരികത പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് മുസ്ലിം സമുദായം പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർത്ത് ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് മതപരമായ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വളച്ചുകെട്ടില്ലാതെ പറയാം, പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, SDP പോലെയുള്ള, ഇമാംസ് കൗൺസിൽ പോലെയുള്ള അവരുടെ വ്യത്യസ്തമായ ശാഖകളിൽപ്പെട്ട ആളുകൾ. അവരോടുള്ള അന്ധമായ വിദ്വേഷം കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവരെന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയാ പറയുന്നു, നല്ല നീയത്തോടു കൂടി പറയുന്നു. RSS ഒരു ഭീഷണിയാണ് എന്ന നിങ്ങളുടെ വാദത്തെ നമ്മളും അംഗീകരിക്കുന്നു. സംഘപരിവാർ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും ഭീഷണിയാണ് എന്ന നിങ്ങളുടെ വാദത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനെങ്ങനെ മറികടക്കണം എന്ന കാര്യത്തിൽ ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ വൈകാരികമായ പ്രവർത്തനങ്ങൾ RSSന് ഗുണം ചെയ്യും. RSS ആഗ്രഹിക്കുന്ന എന്താണ്? ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വർഗീയമായ വിഭജനം ഉണ്ടാക്കി, രണ്ട് സമുദായങ്ങളാക്കി അകറ്റി നിർത്തി മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക. അപ്പൊ ഹിന്ദു വോട്ടുകളെല്ലാം ഒരു പെട്ടിയിൽ, മുസ്ലിം വോട്ടുകളെല്ലാം ഒരു പെട്ടിയിൽ. ആ മുസ്ലിം വോട്ട് തന്നെ ആവശ്യത്തിന് ഭിന്നിപ്പിക്കാനുള്ള മറ്റു തന്ത്രങ്ങളും മെനഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായം പൂർണ്ണമായി ദുർബലരായി പോകും, അരികുവൽക്കരിക്കപ്പെടും, പാർശ്വവൽക്കരിക്കപ്പെടും. ഈ വർഗീയമായ ധ്രുവീകരണത്തിലൂടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ആ ഹിന്ദു വോട്ടുകൾ ഇവിടുത്തെ ഈ വർഗീയ കക്ഷികൾക്ക് ഗുണകരമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും RSSനെ അംഗീകരിക്കുന്ന ഹിന്ദുക്കളല്ല. RSSനെ അംഗീകരിക്കുന്ന ഹിന്ദുക്കളല്ല. നരേന്ദ്രമോദി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളല്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പൗരത്വ ഭേദ നിയമം പാസാക്കി ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കപ്പെട്ടപ്പോഴും ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൗരത്വ ഭേദ നിയമത്തിനെതിരെ ഇന്ത്യ രാജ്യത്തുടനീളം സമരരംഗത്ത് പോരാട്ടത്തിനിറങ്ങിയത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. മുസ്ലിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരായിരുന്നു. അതിന് നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അവരെ കൂടി നമ്മൾ ഇന്ന് അകറ്റി നിർത്താനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ ഇന്ന് അകറ്റി നിർത്താൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘപരിവാറിന്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള വൈകാരികമായ നയനിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് RSSനെ പ്രതിരോധിക്കാനല്ല, RSSനെ സംരക്ഷിക്കാനാണ്. അത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കണം. സമുദായത്തെ സംരക്ഷിക്കാനാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇതാണ്. നമ്മളിത് പറയുമ്പോൾ ഇതിനല്ല മറുപടി പറയാറുള്ളത്. ഇത് പറയുമ്പോൾ ഇതിന് തിരിച്ചു പറയുന്ന വളരെ മനോഹരമായൊരു മറുപടി ഉണ്ട്. ഇങ്ങനെ നരേന്ദ്രമോദിയൊക്കെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗരത്വ ഭേദ നിയമമൊക്കെ പാസ്സാക്കപ്പെട്ട രാജ്യത്ത് ഇപ്പൊ ഗ്യാൻവാപി മസ്ജിദ് പുതിയ വിവാദം ഉയർന്നു വരുന്ന സമയത്ത്, വർഗീയമായ കലാപങ്ങൾക്ക് തക്കം പാർത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പാടുണ്ടോ? എന്തോ ഒരു മുസ്ലിം ഐക്യത്തെക്കുറിച്ചുള്ള വാദമാണ്. നമ്മൾ മുസ്ലിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടുണ്ടോ? നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ പാടുണ്ടോ? നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുലമയുടെ നിലപാട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളുമായി ഒരുമിച്ച് പ്രശ്നാധിഷ്ഠിത സഹകരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് സമസ്ത കേരള ജമിയത്തുലമക്ക്. നമ്മൾ നമ്മുടെ ആശയങ്ങൾ പറയും, മറ്റുള്ളവർക്ക് അവരുടെ ആശയങ്ങളും പറയാം. ഈ കാര്യത്തിലും അന്ധമായ വിമർശനമോ വിദ്വേഷമോ അല്ല പറയുന്നത്. സംഘപരിവാർ ഇന്ത്യക്കൊരു ഭീഷണിയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊരു ഭീഷണിയാണ്.
പക്ഷേ ആ ഭീഷണി നാം നേരിടേണ്ടത് ബാക്കിയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ കൂടി ഹിന്ദുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചേർക്കാനല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് യഥാർത്ഥ മതേതര ചേരിയിലേക്ക് മറ്റുള്ളവരെ കൂടി ആകർഷിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇവിടെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിടണമോ, അല്ല കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തുന്നതോടൊപ്പം ശത്രുപാളയത്തിലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ എങ്ങനെയാണ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്ന വളരെ സത്യസന്ധമായ ഒരു തുറന്ന സമീപനമാണ് നമ്മൾ പറയുന്നത്. അല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ ഭീരുക്കളാണ്, നിങ്ങൾ RSSന് ഭയപ്പെട്ടിട്ടാണ് പറയുന്നത്, നിങ്ങൾ RSSന് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുകയാണ്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഘപരിവാറിന്റെ ചാരനാണ്, ഇതൊക്കെയാണ് അതിന് മറുപടിയെങ്കിൽ നിർവാഹമില്ല. വളരെ തുറന്ന മനസ്സോടെ വളരെ സത്യസന്ധമായി ഇവിടെ ഒരിക്കലും BJP ലക്ഷ്യമാക്കുന്ന മതപരമായ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്നൊരു സമീപനം ആരുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഇത്ര നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഹിജാബ് വിവാദം ഉണ്ടായല്ലോ, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താണ് അതിൻ്റെ നേട്ടം? നിങ്ങൾ ആലോചിക്കണം, ഇരുന്ന് ചിന്തിക്കണം. 5 പെൺകുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ഹിജാബ് വിവാദത്തിന്റെ റിസൾട്ട് എന്താണ്? കോടതിയിൽ വ്യവഹാരങ്ങൾ നടന്നു, സംഘർഷങ്ങൾ നടന്നു, പ്രകടനങ്ങൾ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു, എല്ലാം നടന്നു. എന്താണ് അതിന്റെ റിസൾട്ട്? എന്താണ്? ഒരുപാട് പ്രതിഷേധിച്ചല്ലോ, ഒരുപാട് ബഹളം വെച്ചല്ലോ, ഒരുപാട് മതപരമായ വികാരമിളക്കി വിട്ടല്ലോ. എന്താണ് അതിന്റെ റിസൾട്ട്? എന്താണ് അതിന്റെ റിസൾട്ട്? നിഷ്പക്ഷമായി നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചാൽ അറിയാം. നമ്മളുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന, നമ്മളുമായി സ്നേഹത്തിലുണ്ടായിരുന്ന, നമ്മളുമായി പരസ്പര വിശ്വാസത്തിലുണ്ടായിരുന്ന ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്പമാകുന്നു. നമ്മുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നിരുന്ന പലരും ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നില്ല. എന്തോ ഒരു അസ്പൃശ്യത, എന്തോ ഒരു അകൽച്ച. എന്നാൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷേ അറിയാതെ മാനസികമായ ഒരകൽച്ചയുണ്ടായി. ഇതൊക്കെയാണ് ഇതിന്റെ ഫലം. ഈ മാനസികമായ അകൽച്ചയാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. ഈ മാനസികമായി അകൽച്ചക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായാൽ അത് സമുദായത്തെ സംരക്ഷിക്കലല്ല, സംഘപരിവാറിനെ സംരക്ഷിക്കലാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിച്ചേരുക. വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചേരുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ധൈര്യം വന്നത്, ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പൊ RSSകാരന്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നടക്കാൻ സാധിക്കുന്നത്, ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ RSSകാർക്ക് നമ്മളൊക്കെ ഒരു പേടി ഉണ്ടാകാൻ തുടങ്ങി. കാരണം RSS ഒക്കെ പൂട്ടിപ്പോയല്ലോ, ഇന്ത്യയിൽ ഇപ്പോൾ RSS ഇല്ലല്ലോ. ഞങ്ങൾ വന്നതിന് ശേഷമാണ്. നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10-30 വർഷമായല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് ആത്മധൈര്യമാണ് ഈ സമൂഹത്തിനുണ്ടാക്കി കൊടുത്തത്? എന്ത് സന്ദേശമാണ് ഈ സമുദായത്തിന് നൽകിയത്? എന്താണ് നിങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ? എന്താണ് നിങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ? എന്താണ് നിങ്ങൾ എന്താണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങളിൽ നിന്ന് ആത്മധൈര്യം സ്വീകരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ രക്ഷയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ കേസും ബഹളവും സംഘർഷവും ഈ വൈകാരികമായ മുദ്രാവാക്യങ്ങളും പകച്ചു നിന്ന് നിസ്സഹായരായി ദയനീയമായി നോക്കി നിൽക്കുന്ന ഒരു സമുദായത്തല്ലേ കാണാൻ സാധിക്കുന്നത്? ഇതാണോ സമൂഹത്തിന് നൽകുന്ന സംഭാവന? ഇതാണോ സമൂഹത്തിന് നൽകുന്ന ആത്മധൈര്യം? ഇതാണോ സമൂഹത്തിന് നൽകുന്ന ആത്മധൈര്യം? ഇപ്പൊ കേരളത്തിലുണ്ടായ സംഭവം നിങ്ങളൊരു പക്ഷേ പത്രവാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന് പറയുന്നൊരു സ്ഥലത്ത് വലിയ തോതിലുള്ള കൊലവിളി ഉയർത്തിയിട്ട്, മുദ്രാവാക്യം വിളി എന്നതിന് പറയാൻ പാടില്ല, കൊലവിളി,
കൊലവിളി ഉയർത്തിയിട്ട് RSSകാർ പ്രകടനം നടത്തി. വലിയ തോതിലുള്ള പ്രതിഷേധം, കുറെ ആളുണ്ടായിട്ടല്ല, പക്ഷെ വളരെ മോശപ്പെട്ട മുദ്രാവാക്യങ്ങൾ. മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തോതിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മുദ്രാവാക്യം. ആ കൊലവിളി നടത്തി അവിടെ പ്രകടനം നടന്നു. പ്രകടനം നടത്തിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. ആ നാട്ടിൽ മതവും രാഷ്ട്രീയവും സമുദായം നോക്കാതെ എല്ലാ ആളുകളും അതിനെതിരെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. രാഷ്ട്രീയമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും, മതപരമായി വ്യത്യസ്ത സമുദായങ്ങളിലാണെങ്കിലും, ഇനി മറ്റെന്തെല്ലാം തമ്മിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു സമുദായത്തിനെതിരെ ഇങ്ങനെ കൊലവിളി നടത്തി മുദ്രാവാക്യം വിളിക്കുന്ന, വെട്ടി നുറുക്കി പാണക്കാട്ടേക്ക് അയക്കുമെന്നൊക്കെ പറയുന്ന ആ ഭാഷ, അത് നമ്മുടെ നാടിന് യോജിച്ചതല്ല, ഞങ്ങളെല്ലാവരും അതിനെതിർക്കുന്നു എന്ന രീതിയിൽ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിച്ചു. കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. നിയമപരമായി സർക്കാർ, പോലീസ് അതിന്റെ ഭാഗത്ത് കൈകാര്യം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ സമുദായത്തെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, റിപ്പബ്ലിക്കിനെ തന്നെ, ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ ഈ സഹോദരന്മാർ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയപ്പോൾ ഒരു 8 വയസ്സോ 10 വയസ്സോ തോന്നിക്കുന്നൊരു കുട്ടി, ആ കുട്ടിയെ തോളിലിരുത്തി ഇതിനേക്കാൾ വലിയ തോതിലുള്ള കൊലവിളി, നിങ്ങളുടെ കാലന്മാരിതാ വരുന്നു. ഇവിടെ എങ്ങനെയാ ഭാഷ എന്ന് എനിക്കറിയില്ല. കുന്തിരിക്കം പുകയിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണ വീട്ടിൽ മയ്യത്ത് സംസ്കരണം ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു സുഗന്ധത്തിന് വേണ്ടിയിട്ട് കുന്തിരിക്കം പുകയിക്കും. ഈ 8 വയസ്സായ കുട്ടിയെ കൊണ്ടാ കുന്തിരിക്കം വാങ്ങിവെച്ചോ, നിന്റെ കാലിനിതാ വരുന്നു എന്ന് പറഞ്ഞാൽ പക്ക വധഭീഷണി, തനി കൊലവിളി. ഒരു 8 വയസ്സായ കുട്ടിയെ തോളിലെത്തിയിട്ട് കൊലവിളി നടത്തി, മുദ്രാവാക്യം വിളിച്ചു പോയി. എന്താ RSSകാർ വിളിച്ചില്ലേ, പിന്നെന്താ ഞങ്ങൾക്കും വിളിച്ചുകൂടെ എന്ന് വേണമെങ്കിൽ അതിന് തിരിച്ചു ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 2 കൂട്ടരും ഒരേപോലെ എന്നുള്ള അതിനൊരു മറുപടി. നിങ്ങൾ 2 കൂട്ടരും ഒരുപോലെ ആകരുത് എന്നാണ് നമ്മുടെ അപേക്ഷ. RSSനെ പോലെ നിങ്ങളാവാൻ പാടില്ല, RSSനെ പോലെ നിങ്ങളാവാൻ പാടില്ല. എന്നിട്ട് കൊലവിളി നടത്തി, മുദ്രാവാക്യം വിളിച്ചു, പോലീസ് കേസെടുത്തു, അതിന്റെ സംഘാടകർ അറസ്റ്റ് ചെയ്തു. ഈ കുട്ടിയുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് വീട്ടിൽ കുട്ടികളും ആരുമില്ല, വീടൊക്കെ അടച്ചു പോയിട്ടും. വലിയ ധൈര്യശാലികളാണ്, പക്ഷെ പെട്ടെന്ന് ഒളിച്ചുകൂടും. അതാണ് പ്രത്യേകത. സമുദായത്തിന് മൊത്തം ധൈര്യം ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് വെട്ടും കൊലയും നടത്തിയിട്ട് ഇവരടുത്ത ട്രെയിന് കയറി പോവുകയും ചെയ്യും. അതാണ് ധൈര്യം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ രീതിയിൽ കൊലവിളി നടത്തി മുദ്രാവാക്യം വിളിച്ചു പോയി. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം. എന്നിട്ട് അത് വിവാദമായപ്പോൾ പറയാണ്, ഞങ്ങൾ മൊത്തം ഹിന്ദുക്കൾക്കെതിരെ അല്ല കൊലവിളി നടത്തിയത്, ഞങ്ങൾ RSSനെതിരെയാണ് കൊലവിളി നടത്തിയത്. RSSനെതിരെ കൊലവിളി നടത്താവോ? അപ്പൊ ഈ രാജ്യത്ത് ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നവരാണ് എന്ന് സ്വയം അവകാശപ്പെടുകയാണോ? ഞങ്ങൾ കൊല്ലാനും വെട്ടാനും തല്ലാനും ഞങ്ങൾ പരസ്യമായി വരും എന്ന് പരസ്യമായി വാദമുന്നയിക്കുകയാണോ? അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദം ഇവിടെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? മതപരമായ നിയമത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു രാജ്യത്ത് ഭരണകൂടമുണ്ടായിരിക്കെ, ഒരു നിയമ സംവിധാനം ഉണ്ടായിരിക്കെ, അവിടെ നിയമം കയ്യിലെടുത്ത് ഒരാളെ വധിക്കുന്നതിന്റെ മതവിധി എന്താണ്? ആ വധഭീഷണി മുഴക്കി പ്രകടനം നടത്തുന്നതിന്റെ മതപരമായ സാധുത എന്താണ്? മതത്തെയും സമുദായത്തെയും സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകളാണെങ്കിൽ അത് മതപരമായ വിധികൾക്കൊക്കെ വിധേയമായി രാജ്യത്തെ നിയമത്തെയും വ്യവസ്ഥയും ഒക്കെ അംഗീകരിച്ച് അതിന് രീതിയിലും ഭാഷയിലും ശൈലിയിലും മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ല, അവർക്ക് വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കും വിളിക്കാമെന്നാണെങ്കിൽ നിങ്ങൾ 2 കൂട്ടരും ഒരു നാണയത്തിന് 2 വശങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംഗതിയല്ല.
അത് മുസ്ലിമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട സംഗതിയല്ല. അതുകൊണ്ട് അപകടകരമായ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ നടന്നെടുക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അത് ഭാവിയിൽ വലിയ അപകടത്തിലേക്കും നഷ്ടത്തിലേക്കും ശത്രുവിന് കൂടുതൽ മേൽക്കോയ്മ നേടാൻ അവസരം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ശത്രുവിന് വിജയിച്ചു കയറാൻ ആവശ്യമായ വോട്ട് ഭിന്നിപ്പിക്കാനും ശത്രുവിന് വിജയിച്ചു കയറാൻ ആവശ്യമായ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി കൊടുക്കാനും ശത്രുവിന് വിജയിച്ചു കയറാൻ ആവശ്യമായ വൈകാരികമായ അജണ്ടകൾ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ RSSന്റെ ഭരണശാലയിൽ എന്തെല്ലാം അവർ ഉദ്ദേശിക്കുന്നുവോ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ സമുദായത്തിന്റെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സമുദായത്തെ സംരക്ഷിക്കാനല്ല, സമുദായത്തെ കൂടുതൽ അരാജകത്വത്തിലേക്ക് നയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാവണം, മഹല്ല് ഭാരവാഹികൾക്കുണ്ടാവണം, സ്ഥാപന മേധാവികൾക്കുണ്ടാവണം, നാട്ടിലെ പൗരപ്രമുഖന്മാർക്കുണ്ടാകണം, നാട്ടിലെ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ടാകണം. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ നാട് കൂടുതൽ അപകടങ്ങളിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കും. അപകടത്തിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ശത്രുവിന്റെ അജണ്ട വിജയിച്ചു കഴിഞ്ഞു. നാം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരവകാശ അധികാരങ്ങളെക്കുറിച്ചും ചോദിക്കാനും പറയാനും സാധിക്കാത്ത വിധം കയ്യും കാലും കൂട്ടിക്കെട്ടപ്പെട്ട നിലയിൽ ഇവിടുത്തെ ശത്രുവിന്റെ അജണ്ട നടപ്പിലാക്കപ്പെടുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മുടെ രാജ്യമെത്തുക. ആ ശത്രുവിന്റെ അജണ്ടക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട സമീപനം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും നമ്മുടെ അനുജന്മാരുടെ ഭാഗത്തുണ്ടെങ്കിൽ സ്നേഹപൂർവം അവരെ വിളിച്ച് ഉപദേശിച്ച് തിരിച്ചു കൊണ്ടുവരാനും നല്ല നാടിന്റെയും സമുദായത്തിന്റെയും നന്മക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹിതമായ പ്രസ്ഥാനം പണ്ഡിതന്മാർ, അവർക്കൊന്നും അറിയാത്തൊരു ഫോർമുല, അവരൊന്നും ഒരു കിതാബിനും കാണാത്ത പുതിയൊരു ജിഹാദ്, അവരൊന്നും ഒരു കിതാബിനും കാണാത്ത ഒരു പ്രശ്നപരിഹാരത്തിന്റെ വഴി ഇതുപോലുള്ള കുറച്ച് ആളുകൾക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ്. അതുകൊണ്ട് അത് ശത്രുവിന്റെ അജണ്ട നടപ്പാക്കുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ അവരെ നല്ല മനസ്സോടുകൂടി തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ചുകൊണ്ട് നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. SKSFന്റെ ഈ ക്യാമ്പയിൻ ആ മേഖലയിൽ വലിയൊരു സന്ദേശമാണ് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുന്നത്. ഈ സന്ദേശം മേഖലാ തലങ്ങളിൽ, ശാഖാതലങ്ങളിൽ, മഹല്ല് തലങ്ങളിൽ, കുടുംബയോഗങ്ങളിലൂടെ സഹോദരിമാർക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനൊക്കെ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനൊരു സൗഹൃദ സമ്മേളനം എല്ലാ മതവിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും പൗരപ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ പങ്കാളിത്തത്തോടുകൂടി ഒരുപക്ഷെ മംഗലാപുരത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ഏടായി മാറിയിട്ടുള്ള ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന, അതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കൾ, നമ്മുടെ സംഘടനാ പ്രവർത്തകർ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്രമമായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഹൃദ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.